ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫുഡ് വ്ളോഗാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ട്രാവൽ വ്ളോഗാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പക്ഷേ ഞങ്ങളുടെ സ്വന്തം നാട് തന്നെയാണ്. അപ്പോൾ ഈ വഴിയൊക്കെ കാണുമ്പോൾ തന്നെ ചിലർക്കെങ്കിലും മനസ്സിലായി കാണും ഇത് എവിടെയാണെന്നുള്ളത്. വേറെ എങ്ങുമല്ല, നമ്മുടെ പിറവത്ത് മണിയിലുള്ള ഹൃദയം ഷാപ്പിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. മഴയൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അതായത് മലയാളികൾക്കൊരു വികാരം തന്നെയാണ് ഈ മഴ, മണ്ണ്, പുഴ, ഫുഡ് എന്നൊക്കെ പറയുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അത്ര നല്ല തിരക്കായിരുന്നു. നമ്മൾ കുറേ നേരം ക്യൂ ഒക്കെ നിൽക്കേണ്ടി വന്നു അവിടെ ചെന്നിട്ട്, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ ഈ പുഴ സൈഡിലൂടെ ഇങ്ങനെ നടന്ന് നമ്മുടെ ഷാപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് നമുക്കെന്നാൽ ഇന്ന് ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കാൻ അച്ഛനൊരു വാക്ക് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചാടി ഇറങ്ങിയതാണ്. ചെന്നപ്പോൾ വെയിറ്റ് ചെയ്ത് കട്ട വെയിറ്റ് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ മൊത്തം തിരക്കായിരുന്നു. മഴയായിട്ടും എവിടെ നിന്നൊക്കെയോ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ചയായിട്ട് ആരും വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു, അതുപോലെയായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ കാത്ത് കെട്ടി കിടന്ന് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അവിടെ സൈഡിലൊരു പാർക്ക് ഉണ്ട് കേട്ടോ പിള്ളേർക്ക് കളിക്കാനായിട്ട്. അതൊരു മെയിൻ ഹൈലൈറ്റാണ്. നമ്മളിങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ പിള്ളേരൊക്കെ ഉള്ളവർക്ക് അവിടെ പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി കുറച്ച് പാർക്കിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ പുഴയായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം പുഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെയും ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് അവിടെ കുറച്ച് ഐറ്റംസ് ഹട്ടൊക്കെ പോലെ പണിയുന്നുണ്ട്. പണി തുടങ്ങുന്നേ ഉള്ളൂ. നമുക്കൊരു 6-7 മാസത്തിനുള്ളിൽ അത് തീരുമായിരിക്കും. അപ്പോൾ ഇപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് നമുക്കിതിൻ്റെ ചുറ്റുംപുറമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇവിടുത്തെ ഒരു വീഡിയോ നമുക്കൊരു ടൂറായിട്ട് നമുക്ക് എടുക്കാം. ഞാനിവിടെ വരുന്നത് 2ാമത്തെ തവണയാണ്. നേരത്തെ ഒരു പ്രാവശ്യം വന്നപ്പോൾ നല്ല ചൂട് സമയത്തായിരുന്നു വന്നത്. അന്നേരം നമുക്ക് നല്ല ചൂടായിരുന്നു ടേ ഹോളിൽ. എന്ന് വെച്ചാൽ നല്ല തിരക്കും, അതുപോലെ തന്നെ മുകളിൽ ഷീറ്റ് ഇട്ടുകൊണ്ട് അതിൻ്റെ ചൂടും കൂടി ആയിട്ട് ഭയങ്കര ചൂടായിരുന്നു, ഫുഡും എല്ലാം കൂടി ആയിട്ട്. ഇന്നിപ്പോൾ വന്നപ്പോൾ ഭയങ്കര മഴയാണ്, പക്ഷേ അന്നേരവും നല്ല തിരക്കുണ്ട് മഴയായിട്ടും. അപ്പോൾ ഫുഡൊക്കെ അത്യാവശ്യം തിരക്കായിട്ടുള്ള നല്ല ഫുഡ് തന്നെ കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര വലിയ സംഭവമായിട്ടുള്ള ബെസ്റ്റ് ഫുഡൊന്നും ഞാൻ പറയില്ല, എന്നാലും ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന നല്ല ഫുഡ് തന്നെയാണ്. കള്ളിനെക്കുറിച്ച് എനിക്ക് അത്ര അറിവില്ല. സ്മെല്ലടിച്ചുകൊണ്ട് കുഴപ്പമില്ല, സ്മെല്ലൊക്കെ നല്ലതാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെത്ത് കള്ളാണ് കിട്ടുന്നതെന്ന് എനിക്കറിയാം കേട്ടോ. അതിനപ്പുറത്തേക്ക് എനിക്ക് കള്ളിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. കൊച്ചു പിള്ളേർക്കൊന്നും ഇവിടെ കള്ള് കൊടുക്കില്ല കേട്ടോ, ഫുഡ് മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ നല്ല വൈബ് കിട്ടുന്ന സ്ഥലം തന്നെ കേട്ടോ. കാരണം താഴെ ഒരു പുഴയൊക്കെ ആയിട്ട് ഇപ്പം മഴയൊക്കെ പെയ്ത് കലങ്ങി മറിഞ്ഞ വെള്ളം പോകുന്നത് കണ്ടല്ലോ. അവിടെ നല്ല തിരക്കുണ്ട്, ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇത് എന്തിൻ്റെ പണി നടക്കണേ? ഇവിടെ ഹട്ടുണ്ടാകാനാണ്. ഞങ്ങൾ പാലസ്കോർ. ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഇല്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ടാണോ തന്നെ ഇവിടെ അടുത്തുള്ളല്ലേ? നമുക്ക് അറിയാമെങ്കിലോ ഒത്തിരി കള്ളിൻ്റെ വടിയായിരിക്കും. ഇനി എത്ര പേര് ചോദിച്ചാൽ ഞങ്ങൾ കള്ള് ഇല്ല, കള്ള് വേണമെങ്കിൽ വെള്ളത്തിന് പകരം. അപ്പോൾ ഈ ഹട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. അവനോട് താഴത്തേക്കും കൂടി അവർ എക്സ്റ്റെൻഡ് ചെയ്യുമായിരിക്കും. അപ്പോൾ നല്ല രസം ഉണ്ടാവുമായിരിക്കും. രാത്രിയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് നല്ല കാണാനായിട്ട് പുഴയുടെ സൈഡിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കണം. നല്ലൊരു രസമാണല്ലോ, നല്ലൊരു ആംബിയൻസ് ആയിരിക്കും. അപ്പോൾ അവിടെ താഴെ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. മഴ ഇപ്പോൾ തുറന്ന് നിൽക്കുകയാണ്, എങ്ങനെയാണെന്നറിയില്ല. അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് പോയി നോക്കാം, തിരക്കൊക്കെ കുറഞ്ഞോ നോക്കാം. ഒരു 6-7 സീറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെ വിളിക്കുമായിരിക്കും. ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ഹോൾ പോലെ അല്ലാതെ തന്നെ നമുക്കിവിടെ ഒരു സെപ്പറേറ്റ് നമുക്ക് സ്ലോട്ട്സ് ഉണ്ട്. അത് നമുക്ക് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമുക്ക് മാത്രമായിട്ടൊരു സ്പേസ് ഒക്കെ വേണമെന്നുള്ളവർക്ക് നമുക്കിത് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നേരത്തെ പ്രീ ബുക്കൊക്കെ ചെയ്ത് വെക്കാവുന്നതാണ്. അവിടെ താഴ്വാരം, വയലോരം എന്നൊക്കെ പറഞ്ഞ് കുറേ സ്ലോട്ട്സ് വേറെ ഉണ്ട്, കുറേ റൂമുണ്ട്. AC റൂമും ഉണ്ട് കേട്ടോ, AC നോൺ AC രണ്ടും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഓരോ സ്ലോട്ടും ഉണ്ട്. അങ്ങനെ നമുക്കിവിടെ ഇത് കണ്ടോ, താഴ്വാരം എന്നൊക്കെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്, വയലോരം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അപ്പുറമൊക്കെ ഓരോരോ സ്ലോട്ടുകൾക്ക് പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോ സ്ലോട്ട് നമുക്ക് ഓരോരുത്തർക്ക് ബുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിവിടെ മെയിൻ ആയിട്ടുള്ള ഹോളിലേക്കാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ ഇപ്പോൾ സീറ്റ് വരുമ്പോൾ നമുക്കവിടെ ഓരോ ടേബിളിന് സീറ്റ് അനുസരിച്ച് നമുക്ക് കയറാൻ പറ്റും കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത്ര തിരക്കായതുകൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ പേരൊക്കെ കൗണ്ട് എഴുതേണ്ട ആവശ്യം വന്നില്ലായിരുന്നു. ഇന്നിപ്പോൾ ഒത്തിരി തിരക്കുള്ളതുകൊണ്ട് തന്നെ, ഒത്തിരി പേരുള്ളതുകൊണ്ടും നമ്മളവിടെ എത്ര പേരുണ്ട് അതിനനുസരിച്ച് ഫോൺ നമ്പർ എഴുതി കൊടുത്തു കഴിയുമ്പോൾ അവർ തിരക്ക് പറയുമ്പോൾ അതിനനുസരിച്ച് വിളിക്കും കേട്ടോ. അവരുടെ ഇന്നത്തെ ഐറ്റംസൊക്കെ മെനു ബോർഡ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ എന്തോരം ഐറ്റംസ് അകത്ത് കയറുമുണ്ടെന്ന് അറിയില്ല. കാരണം നല്ല തിരക്കുള്ളതുകൊണ്ട് ചിലപ്പോൾ മിക്കതും തീർന്ന് കാണുമായിരിക്കും. നമുക്ക് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ നമുക്ക് കൊഞ്ച് റോസ്റ്റ്, അതുപോലെ ഞണ്ടിൻ്റെ ഫ്രൈ, പിന്നെ കക്കയിറച്ചി, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. മീൻ തലക്കറിയൊക്കെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മേടിച്ചിരുന്നു. ഈ പ്രാവശ്യം എന്തൊക്കെ കിട്ടുമെന്നറിയില്ല, അകത്ത് കയറിയിട്ട് വേണം അറിയാനായിട്ട്. ഇവിടെ ഉള്ളതിൽ നമ്മുടെ ഈ പുട്ട്, അപ്പം, കള്ളപ്പം, നമ്മുടെ കപ്പ, ചക്ക അങ്ങനെയുള്ളതിനൊക്കെ ഒരേ റേറ്റ് തന്നെയായിരിക്കും മിക്കപ്പോഴും. അതുപോലെ തന്നെ ചില ചിക്കൻ, ബീഫ് അങ്ങനെയുള്ളതൊക്കെ മിക്കപ്പോഴും ഒരേ റേറ്റ് തന്നെയായിരിക്കും. പക്ഷേ മീനിൻ്റെയൊക്കെ റേറ്റ് നമുക്ക് വ്യത്യാസം വരാറുണ്ട് കേട്ടോ. കാരണം ഓരോ ക്ലൈമറ്റിനനുസരിച്ച് മീനിൻ്റെ റേറ്റിന് വ്യത്യാസം ഉണ്ടല്ലോ. നമുക്ക് പുറത്ത് കിട്ടുന്ന ആ മീനിൻ്റെ റേറ്റിനനുസരിച്ച് ഇവർ അവരുടെ റേറ്റ് മാറ്റാറുണ്ട്, മീൻകറികളുടെയൊക്കെ. അപ്പോൾ നമുക്കിവിടെ സീറ്റ് കിട്ടിയിട്ടുണ്ട്, നമുക്കിവിടെ ഇരിക്കാം. ഇതായിരുന്നു നമ്മുടെ ടേബിൾ കിട്ടിയത്. പക്ഷേ എന്നിട്ടും അകത്തേക്ക് കയറിയിട്ട് നല്ല തിരക്കാണ്. ഇനി എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്ന് നമുക്കറിയില്ല.
കഴിഞ്ഞ തവണ വന്നപ്പോഴും എനിക്കൊരു അബദ്ധം പറ്റിയിരുന്നു, ഈ തവണ വന്നപ്പോഴും എനിക്കൊരു അബദ്ധം പറ്റിയിരുന്നു കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് മാംഗോ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മെനു കാർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ കൊച്ചിന് കുടിക്കാനായിട്ട് വെള്ളം അതിന് പകരം സെപ്പറേറ്റ് ആയിട്ട് ഞാൻ മാംഗോ ജ്യൂസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം മാംഗോ ജ്യൂസ് മേടിച്ചിരുന്നു. പക്ഷേ അന്നേരം നമുക്ക് കിട്ടിയത് ഫ്രൂട്ടി ആയിരുന്നു. ഈ പ്രാവശ്യം ഞാനത് മറന്നു പോയിട്ട് വീണ്ടും ഞാൻ മാംഗോ ജ്യൂസ് എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തു. അപ്പോൾ നമുക്ക് മാസമായിട്ടൊരു കുപ്പിയായിട്ടാണ് കൊണ്ടു തന്നെ. കാരണം ഇവിടെ നമുക്ക് ജ്യൂസ് ഐറ്റംസ് ആയിട്ട് അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് നോർമൽ വെള്ളം മാത്രമാണ്. പിന്നെ ഉള്ളത് കള്ളാണ്. നോർമൽ വെള്ളവും കള്ളും മാത്രമേ ഇവിടെ ഉള്ളൂ, അല്ലാതെ ഇങ്ങനെ നമുക്ക് എക്സ്ട്രാ ജ്യൂസ് ഐറ്റംസ് അങ്ങനെ അല്ലെങ്കിൽ ചായ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഈ മറവത്തൂർ കായലിൻ്റെ കടയ്ക്കലുണ്ടൊരു തോണി, തോണി അപ്പോൾ നമ്മുടെ കള്ള് ഇവിടെ വന്നിട്ടുണ്ട്. 2 കുപ്പി കള്ള് അച്ഛൻ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ 2 കുപ്പി കള്ള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അമ്മ ഓർഡർ ചെയ്ത് പോർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പോർക്ക് അമ്മ മാത്രമേ കഴിക്കുകയുള്ളൂ, പിന്നെ അനിയും ജസ്റ്റ് കഴിക്കാത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ കൊച്ചിന് കഴിക്കാനായിട്ട് ഈ പ്രാവശ്യം ഇവിടെ ചോറില്ല, ഊണൊക്കെ തീർന്നു പോയി. അപ്പോൾ ചോറില്ലാത്തതുകൊണ്ട് പിന്നെ അവൻ കഴിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ കപ്പയും ചക്കയൊന്നും കഴിക്കില്ല. അപ്പോൾ അവന് വേണ്ടി ഇടിയപ്പം പറഞ്ഞിട്ടുണ്ട്, ഒരു ചിക്കൻ കറിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മയോട് അടിച്ച് കയറ്റുന്നുണ്ട്. അമ്മ അച്ഛനും എല്ലാവരും കഴിക്കൂട്ടെ, ഇവരൊക്കെ കള്ളുകൂടിയരാ. അപ്പോഴത്തേക്കും പിന്നെ ഞാനിപ്പോൾ ഒരു മാസം പറഞ്ഞ അവിടെ ഇരിപ്പുണ്ട്, അത് അവൻ കുടിച്ച് കാലിയാക്കുന്നുണ്ട്, ഫുഡ് വരാൻ ലേറ്റ് ആവുന്നുണ്ട്. പിന്നെ നമ്മൾ കപ്പ പറഞ്ഞിട്ടുണ്ട്, കപ്പപ്പുഴുക്ക് പറഞ്ഞിട്ടുണ്ട്. ചക്ക പറഞ്ഞപ്പോൾ ചക്കയില്ല. ഇന്ന് മെനു കാർഡിലുള്ള പകുതി മുക്കാൽ ഐറ്റംസ് ഉണ്ടായിരുന്നില്ല കേട്ടോ, പകുതി എല്ലാം കാലിയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ല തിരക്കുള്ള മിക്കതും കാലിയായിട്ടുണ്ട്. ഇവരെല്ലാം ഡയറക്റ്റ് ഫ്രഷായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ മിക്കതും തീർന്നുണ്ട് കേട്ടോ. പിന്നെ അച്ഛനൊരു ഇടിയിറച്ചി പറഞ്ഞിരുന്നു, ഞാൻ കള്ളപ്പം പറഞ്ഞിരുന്നു. പിന്നെ പിടി മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ പിടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിടി വന്നിട്ടുണ്ട്. പിന്നെ ഒരു ബീഫ് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ പിന്നെ ഒരു ചെമ്മീൻ റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കൊഞ്ചായിരുന്നു, അതായത് ഞാൻ ഈ കുഞ്ഞ് ചെമ്മീൻ എന്നും പറഞ്ഞാണ് ഇവരോട് പറഞ്ഞത്. പക്ഷേ ഇവർ കുഞ്ഞ് ചെമ്മീൻ എന്നും പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് തന്നു വലിയ എമണ്ടൻ ചെമ്മീൻ കേട്ടോ, അതായത് വലിയ എമണ്ടൻ കൊഞ്ചായിരുന്നു. ആ കൊഞ്ചൊന്നും ഞാൻ കഴിക്കില്ല, ഞാൻ ഈ കുഞ്ഞ് ചെമ്മീൻ മാത്രമേ കഴിക്കുള്ളൂ. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം അതൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാനൊക്കെ നോക്കി, പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് തോന്നുന്നത് അത് വേവാത്ത പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഞാനത് എടുത്ത് ചോദിച്ചു ഇവരോട്, കുഞ്ഞ് ചെമ്മീൻ തന്നെ അല്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ കുഞ്ഞു ചെമ്മീനാണെന്ന് പറഞ്ഞ് ആ ചെമ്മീൻ വരുത്തിച്ചിരുന്നു. പക്ഷേ ആ ചെമ്മീനും ഇച്ചിരി വലിപ്പമുള്ള ചെമ്മീനാട്ടോ, അതായത് കുഞ്ഞ് കടുക്കാച്ചി ചെമ്മീനൊന്നല്ല, വലിയ വലിയ ചെമ്മീനുകളായിരുന്നു. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ട്. എനിക്ക് വീണ്ടും ഒരു അബദ്ധം പറ്റി ഗൈസ്. എൻ്റെ അറിവിൽ നമ്മൾ ഒരു ഇടിയപ്പം എന്ന് പറയുമ്പോൾ ഒരു പ്ലേറ്റിൽ 2 ഇടിയപ്പം എന്നുള്ള കണക്കായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ഒരു ഇടിയപ്പം എന്ന് പറഞ്ഞ് ഒരു ഇടിയപ്പമാണെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. ഞാനിവിടെ ഒരു ഇടിയപ്പം എന്ന് പറഞ്ഞ് ഒരാൾക്ക് ഇടിയപ്പം എന്ന് പറഞ്ഞ് അപ്പോൾ പക്ഷേ ഒരാൾക്കുള്ള ഇടിയപ്പം എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിച്ച ഒരു ഇടിയപ്പം എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും കൊച്ചിന് വേണ്ടി ഒരു ഇടിയപ്പം കൂടി ഓർഡർ ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഐറ്റംസൊക്കെ കംപ്ലീറ്റ് കാലിയാക്കിയിട്ടുണ്ട്. മീൻ തലക്കറിയൊക്കെ പറയണമെന്ന് വിചാരിച്ചിരുന്ന, ചക്കപ്പുഴുക്കൊക്കെ കഴിക്കണമെന്ന് വിചാരിച്ചിരുന്ന, പക്ഷേ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം കാലിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കിട്ടിയതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് കാലിയാക്കി. ഒരു കുപ്പി കള്ളുണ്ടായിരുന്നു, വേറൊരു കുപ്പിയിലേക്ക് പാക്ക് ചെയ്തു. പിന്നെ നമുക്കൊരു കുറച്ച് പിടി ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ പിടി പാക്ക് ചെയ്തു. അതിൻ്റെ കൂടെ നമ്മളൊരു ചിക്കൻ കറി കൂടി ഓർഡർ ചെയ്തിട്ടോ, കാരണം പിടി കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ എല്ലാം വൈൻഡപ്പ് ചെയ്തു. ഇപ്പോഴും നല്ല തിരക്കുണ്ട്, നല്ല മഴയും. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴയും. ഇപ്പോഴും ഇതേ കണ്ടോ, ഫുഡ് കഴിക്കാൻ വേണ്ടി ഒത്തിരി പേര് കാത്തു നിൽക്കുന്നുണ്ട്, പുറത്തേക്ക് പോകാൻ പറ്റാതെ, അകത്തേക്ക് കയറാൻ പറ്റാതെയും കുറേ പേര് വണ്ടിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് വണ്ടി പുറത്തേക്ക് ഇറങ്ങാനോ അകത്തേക്ക് ഇറങ്ങാനോ ഒന്നും പറ്റില്ല, നല്ല മഴയാണ്. അപ്പോൾ ഈ മഴയും കള്ളും ഷാപ്പും എല്ലാം കൂടി ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. ഇവിടെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ മഴയൊക്കെയാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുക, അതുപോലെ വെള്ളത്തിലൊക്കെ അധികം കളിക്കാതിരിക്കുക. കൊറോണയൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാം കൊണ്ടും സൂക്ഷിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ബൈ ബൈ.